ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടണ്ടേ? അവളുടെ സന്തോഷം കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആദ്യം അവള് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ? അവള് ഞാൻ ഇറക്കാം. ഹലോ, എല്ലാവരും കുറച്ചു നേരത്തേക്കൊന്ന് മാറി നിൽക്കണം. ഡോക്ടർ പരിശോധിക്കാൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സംസാരിക്കാം. വരൂ വരൂ മാധവ, വരൂ. ജഗ, നീ വന്ദനയ്ക്ക് വേണ്ടി ആദി പിടിച്ച് ഭ്രാന്തെടുത്ത് നടക്കുന്നത് നിർത്തണം. നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് തന്നെ പേടിയാവുക. കരുണാകര, അവന് 100 പ്രശ്നങ്ങളാ. അതിനിടയിൽ നിന്റെ ഉപദേശം കൂടി കേൾക്കാൻ അവന് പറ്റില്ല. കരുണാകര, ഓ, അറിവിനെ പറ്റി ഒരു ചൊല്ലുണ്ടല്ലോ. അതായത് എന്താ ആചാര്യത് പാദമാദന്തേ പാദം ശിഷ്യ സ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണ ച. ജീവിതത്തിൽ കാൽഭാഗം ഗുരുവിൽ നിന്ന് പഠിക്കും, കാൽഭാഗം സ്വന്തം ബുദ്ധി കൊണ്ടും, കാൽഭാഗം കൂടെ പഠിക്കുന്നവരിൽ നിന്നും, കാൽഭാഗം കാലവും അനുഭവവും പഠിപ്പിക്കുമെന്നാണ് അതിനർത്ഥം. ഇപ്പൊ നിന്നെ അനുഭവങ്ങളാ പഠിപ്പിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ഉപദേശിച്ചാലും വന്ദനയെ ഉപേക്ഷിച്ചുള്ള ഒരു കാര്യത്തിനും ഈ ജഗനില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. അതിനി അച്ഛനായാലും ശരി, അപ്പച്ചയായാലും ശരി. ഞാനിപ്പോ വന്ദനെ എങ്ങനെ ജയിലിൽ നിന്ന് ഇറക്കാന്നാ ചിന്തിക്കുന്നത്. അതാ ജഗ അപ്പച്ചി പറഞ്ഞത്, കാലമാണ് ജീവിതത്തിൽ പല തിരിച്ചറിവും തരുന്നതെന്ന്. നിന്റെ കൂടെ കൂടിയിട്ട് പാവ വന്ദനയ്ക്ക് എന്തു ഗുണമാ കിട്ടിയത്? ജയിൽവാസോ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ വിചാരിച്ചിട്ട് അവളെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ? ആ വന്ദന കല്യാണത്തിന് മുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച പെണ്ണാ. കല്യാണശേഷം ദുരിതങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. ദേ, ഇപ്പൊ ജയിലിലും. അവക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടണ്ടേ? അവളുടെ സന്തോഷം കാണാനല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആദ്യം അവള് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ? അവള് ഞാൻ ഇറക്കാം. അതെ, കരുണാകരക്കുറുപ്പാ പറയുന്നത്. അവളെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കി തരാം. എന്താ അതുപോലെ ജഗ നിനക്ക്? വളരെ കുഴപ്പം പിടിച്ച ചില തടവുകാരായിരുന്നു ഈ സെല്ലിലുണ്ടായിരുന്നത്. അവരെ മറ്റൊരു സെല്ലിലേക്കോ ജയിലിലേക്കോ മാറ്റുന്നു. അതിനു മുമ്പുള്ള മെഡിക്കൽ ചെക്കപ്പാ ഇവിടെ നടക്കുന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങിയ മോൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒരു വക്കീലിനെ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. മയക്കുമരുന്ന് കേസായതുകൊണ്ട് ജാമ്യം കിട്ടുന്നത് എളുപ്പമാവില്ല. എന്നാലും മോളെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങുകയാണ്. എനിക്കൊരപേക്ഷയുണ്ട്. ഇനി അച്ഛനും അമ്മയും ആ ബസ്സിൽ താമസിക്കരുത്. വീട്ടിലേക്ക് പോണം.
വീട്ടിൽ പോയി താമസിച്ചാ മതി. വീട്ടിൽ ആരെ കാണാനാ പോന്നെ? ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഞങ്ങള് മോളോട് പറഞ്ഞില്ലേ, ഇനിയുള്ള കാലം സമാധാനത്തോടും മനസ്സുഖത്തോടും കൂടി അന്തി ഉറങ്ങാൻ ബസ്സിനേക്കാൾ വേറൊരു അഭയസ്ഥാനമില്ല. ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവാ. അവിടെ പോയാലും ഞങ്ങളുടെ മനസ്സ് നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും മോളെ. മോൾക്ക് ഞങ്ങളോടൊപ്പം കഴിയണമെന്നല്ലേ ആഗ്രഹം? അതിന് ആദ്യം ജാമ്യം കിട്ടണല്ലോ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴൊക്കെ വന്ദനയ്ക്ക് ദുരിതങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ അവക്ക് നല്ലതിനു വേണ്ടിയും അവളുടെ സന്തോഷത്തിനു വേണ്ടി മാറിക്കൊടുക്കുന്നതല്ലേ യഥാർത്ഥ സ്നേഹം? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. വന്ദന മയക്കുമരുന്ന് കേസ് ജയിലിലാണ് അല്ലേ? ജയിലിൽ കിടക്കുമ്പോ വേണമെങ്കിൽ 2-3 കേസുകൾ അവളുടെ പേരിൽ എഴുതി ചേർക്കാം. ഒടുവിൽ ജാമ്യം പോലും കിട്ടാതെ അവളുടെ ശിക്ഷാ കാലാവധി നീണ്ട് അങ്ങനെ അങ്ങ് പോകും. പാവം ദിയമോള് ഒരമ്മ നോക്കുന്ന പോലെ നിനക്കവളെ നോക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ജഗ? നീ ഒന്ന് ചിന്തിക്കേ. ചിന്തിച്ചിട്ട് വന്ദനയെ ജയിലിൽ നിന്നും പുറത്തിറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡിവോഴ്സ് പേപ്പറിൽ നീ ഒപ്പിടണം. ജഗന്റെയും വന്ദനയുടെയും വിവാഹമോചന പേപ്പറാ. ആദ്യം ജഗൻ ഒപ്പുവെച്ചിട്ട് ജയിലിൽ പോയി വന്ദനയുടെ ഒപ്പും വാങ്ങി വരണം. അപ്പോ വന്ദനെ ജയിലിൽ നിന്നും പുറത്തിറക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കും. ഒപ്പിട്.